രാജ്യത്തെ ഇന്ധന ഭക്ഷ്യവിലകളിലെ വർധനവ് ഗാർഹിക ബജറ്റുകൾ വീണ്ടും സമ്മർദ്ദം ചെലുത്തുന്നു. ഇതോടെ 2026 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഗണ്യമായ DA വർധനവ് ഉണ്ടാകണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. രാജ്യത്തെ ഇന്ധന ഭക്ഷ്യവിലകളിലെ വർധനവ് ഗാർഹിക ബജറ്റുകളിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇതോടൊപ്പം തന്നെ 2026 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഗണ്യമായ DA വർധനവ് ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ജീവനക്കാരുടെ വർദ്ധിച്ചു വരുന്ന ദൈനംദിന ചെലവുകൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിന് ജൂലൈയിൽ ഉയർന്ന DA പരിഷ്കരണം തന്നെ പരിഗണിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. ഈ വർഷം ആദ്യം കേന്ദ്ര മന്ത്രിസഭ ഡിയർനെസ് അലവൻസ് അഥവാ DA, ഡിയർനെസ് റിലീഫ് അഥവാ DR എന്നിവയിൽ 2% വർധനവായിരുന്നു അംഗീകരിച്ചിരുന്നത്. ഇത് 2026 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു പറഞ്ഞത്. ഇത് മൊത്തം DA 58% നിന്ന് 60% ഉയർത്തിയിരുന്നു. ഈ പരിഷ്കരണം 50 ലക്ഷത്തിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ഏകദേശം 68 ലക്ഷത്തോളം പെൻഷൻകാർക്കും ഗുണം ചെയ്തിരുന്നു. ജൂലൈയിൽ DA പരിഷ്കരണം അന്തിമമാകുന്നതിന് മുമ്പ് സർക്കാർ പണപ്പെരുപ്പത്തെക്കുറിച്ച് വിശാലമായ വീക്ഷണം സ്വീകരിക്കണമെന്നാണ് വിദഗ്ധരും പറയുന്നത്. വർദ്ധിച്ചുവരുന്ന ഭക്ഷ്യ ഇന്ധന വിലകൾക്കപ്പുറം ഡീസൽ, CNG വിലകളിലെ വർധനവ് കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വിവിധ മേഖലകളിൽ കൂടുതൽ പണപ്പെരുപ്പത്തിനും കാരണമായേക്കും. ഗതാഗത ഉൽപാദന ചെലവുകൾ കൂടുതൽ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് അവശ്യ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും DA പേയ്മെന്റുകൾ തീരുമാനിക്കുമ്പോൾ ഈ ഘടകങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിക്കണമെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. വിലയിലെ തുടർച്ചയായ വർധനവ് ഇന്ത്യയുടെ പണപ്പെരുപ്പ പ്രതീക്ഷയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആഘാതം ക്രമേണ അവശ്യ വസ്തുക്കളിലും സേവനങ്ങളിലും വ്യാപിപ്പിക്കും. ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ കാരണം പ്രതിമാസ ബജറ്റുകൾ കൂടുതൽ ബുദ്ധിമുട്ടുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ന്യായമായ DA വർധനവ് ആവശ്യമായ ആശ്വാസം നൽകും. DA കണക്കുകൂട്ടൽ ഫോർമുല അടിസ്ഥാനമാക്കിയുള്ളതും CPI IW ഡാറ്റയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുമായതിനാൽ നിലവിലെ പണപ്പെരുപ്പ് അന്തരീക്ഷം ജീവനക്കാരുടെ യഥാർത്ഥ വാങ്ങൽ ശേഷിയെ വേണ്ടത്ര സംരക്ഷിക്കുന്ന ഒരു പുനഃപരിശോധനയ്ക്കുള്ള ആവശ്യങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.